ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള മിസ്റ്റീരിയസ് ത്രില്ലർ ആയിട്ടുള്ള ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉള്ള നമ്മുടെ ചൗ എന്ന നായകനായിട്ട് വരുന്ന വണ്ടർഫുൾസ് എന്ന ഡ്രാമയാണ്. ഇന്ന് നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്ന നമ്മുടെ ജെനി വലിയുള്ളി അരിയുന്നതാണ്. ഇതേ സമയം അവളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നിട്ട് അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇതേ സമയം ഡോക്ടർ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് 7 വയസ്സുള്ള സമയത്ത് ഇവളുടെ ഹേർട്ടിലേക്ക് ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ അസുഖം മാറാത്തതുകൊണ്ട് തന്നെ രക്തോട്ടം കറക്റ്റ് അല്ല. ഇതേ സമയം ഡോക്ടർ അവളോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇവൾ 3 മന്ത് കൊണ്ട് മരിക്കാൻ പോവാണ്. ഇത് കേട്ട് ജെനി വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങും. നമ്മുടെ ജെനി പിന്നെ പട്ടണത്തിലൂടെ ഇങ്ങനെ നടത്തു പോവാണ്. ഇതേ സമയം അവളുടെ മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. അവളിങ്ങനെ മരിക്കാൻ പോവാണല്ലോ. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കുക, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മരണം എങ്ങനെ ആയിരിക്കുന്നു. ഇതേ സമയം അവളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നിട്ട് ചർച്ച് ഓഫ് എറ്റേണിറ്റി എന്ന് പറഞ്ഞ നോട്ടീസ് കൊടുത്തിട്ട് പറയും, ലോകം അവസാനിക്കാൻ പോവാണ്, നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിലേക്ക് ചേരുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദൈവം നിശ്ചയിക്കുമെന്ന് പറയും. ഇതേ സമയം ജെനി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് എന്താ വേറെ ഒരു ദിവസം കിട്ടിയില്ലേ ലോകം അവസാനിപ്പിക്കാൻ? എന്താ കുറച്ച് ആൾക്കാരെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തി ഇയാൾ രക്ഷിക്കുന്നത്? ഇയാൾക്ക് ആദ്യം അറിയാം ലോകം അവസാനിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഇവള് കുറെ ക്വസ്റ്റ്യൻസ് ഇവളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവക്കാണെങ്കിൽ ഒന്നിനും ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് ഇവളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി അവിടെ തീർക്കാണ്. ഇതേ സമയം അവിടെയുള്ള ആൾക്കാർ മൊത്തം പറയുന്നത് ഇതാ പ്രശ്നക്കാരി പെണ്ണാണ്, അവളെ മൈൻഡ് ചെയ്യേണ്ടാന്ന്. സംഭവം ഇവളെല്ലാരും പ്രശ്നക്കാരി എന്നാണ് പേരിൽ വിളിക്കുക. ഇവളുടെ ഒച്ചപ്പാട് കണ്ട് വന്നവൾ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്യും. സംഭവം ഇവക്ക് എന്താ സങ്കടം എന്ന് പറഞ്ഞാൽ ഇവള് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ലോകാവസാനം ഉണ്ടാവുക. അതേസമയം ഇവക്കത് കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവൾ ഇങ്ങനെ പറയാണ്, എനിക്ക് മാത്രം എന്താ കാണാൻ പറ്റാത്ത, എനിക്കും കാണണം എന്നാണ് ഇവൾ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. ഇതേ സമയം ഒരു കൊച്ചു പയ്യൻ വന്ന് നമ്മുടെ ജെനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈ ഐസ്ക്രീമിന്റെ ഫ്ലേവർ കഴിച്ചിട്ടുണ്ടോ എന്ന്. ഇതേ സമയം അവളുടെ ഫ്രസ്ട്രേഷൻ കാരണം അവൾ ഐസ്ക്രീം മൊത്തം എടുത്തിട്ട് വായിലിട്ട് കഴിച്ചിട്ട് ഇവൻ ആ കോല് മാത്രം കൊടുക്കും. പാവം നമ്മുടെ കൊച്ചവളുടെ കിടന്ന് കാര്യം. ഇതേ സമയം അങ്ങോട്ട് ഒരു പയ്യൻ വന്നിട്ട് അവനൊരു കോലുമിട്ടായി കൊടുത്തിട്ട് അവനെ സമാധാനിപ്പിക്കും. ലീ ഇതേ സമയം ഇവന്റെ സീനിയറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാരാന്ന്. ഇതേ സമയം അയാൾ പറയുന്നുണ്ട്, നീ അവളുടെ അടുത്തേക്ക് മാത്രം പോലെ, അവളാണ് ഇവിടുത്തെ പ്രശ്നക്കാരി, അവൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിലത്തെ അവിടുത്തെ അമ്മൂമ്മന്റെ പേരക്കുട്ടിയാണെന്ന്. അതേ സമയത്ത് നമ്മുടെ ആക്രിയൊക്കെ എടുക്കുന്ന സ്ഥലം ഉണ്ടാവല്ലോ, പട്ടണത്തിലുള്ള ബീച്ചൊക്കെ തള്ളുന്ന സ്ഥലത്തേക്ക് ഒരാള് പഴയ സാധനങ്ങൾ എടുക്കാനായിട്ട് വരുന്നുണ്ട്. ഇതേ സമയം അയാള് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കാൽ തട്ടി അവിടെയുള്ള ചളി വെള്ളത്തിലേക്ക് വീഴാണ്. അയാൾ അവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഇയാളുടെ കൈയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ മീനിന്റെ ശരീരം പോലെ ആവുന്നുണ്ട്. ഈ സമയം ഇയാളുടെ ചെവി തൊട്ട് നോക്കുമ്പോൾ ചെവിയൊക്കെ ഇയാളുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഇയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇയാൾ അവിടെ തന്നെ ദ്രവിച്ചു പോവാണ്. അയാൾ അപ്പൊ തന്നെ അവിടെ സ്പോട്ടിൽ അവിടെ തന്നെ വീഴാണ്. പിന്നെ കാണിക്കുന്ന കംപ്ലൈന്റ് സെന്റർ ആണ്. അവിടെയാണല്ലോ നമ്മുടെ ലീ വർക്ക് ചെയ്യുന്നത്. ഇതേ സമയം അങ്ങോട്ട് ചോയ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. ഇയാളെ കാണി അവിടെയുള്ള എല്ലാവരും പേടിക്കും. എന്നിട്ട് സീനിയർ പോയിട്ട് നമ്മുടെ ലീനയാണ് അവിടെ പിടിച്ചിരുത്തുക. ഇയാൾ ഓരോ കംപ്ലൈന്റ്സ് ആയിട്ടാണ് വരിക. ഇയാളുടെ കംപ്ലൈന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു പ്രാവിനെ കണ്ടു, ആ പ്രാവാണെങ്കിൽ രൂപത്തിൽ നല്ല വലുതായിരുന്നു, അതെന്നെ നോക്കി കണ്ണടിച്ചു. അടുത്ത ദിവസം വന്ന് പറയും, ഇന്ന് ഞാനൊരു മീനിനെ കണ്ടു, അതിന്റെ മേലൊക്കെ നല്ല മുടിയുണ്ട്. ഇതൊക്കെയാണ് ഇയാളുടെ ഓരോ കംപ്ലൈന്റ്സ്. ഇയാളാണെങ്കിൽ വന്നാലിട്ട് പോവുകയില്ല. ഇന്ന് ചോയ് എന്താ പറയാൻ വന്നതെന്ന് വെച്ചാല്, അവിടെ ഒരു മാലിന്യ കൂമ്പാനുണ്ടല്ലോ, ഇന്നലെ ഒരാൾ വീണ് മരിച്ചില്ല. ഇതേ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ പോയി സെർച്ച് ചെയ്യണമെന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ ലീ നല്ല നൈസ് ആയിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വാറന്റി ഇല്ലാണ്ട് നമുക്ക് അവിടെ പോയി സെർച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇയാളെ നൈസായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലീ ഒരു സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഒരു മുത്തപ്പൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരനെ കാണാൻ എല്ലാത്തിനും കംപ്ലൈന്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതേ സമയം അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ വൈകിട്ടാണ്. ഇതേ സമയം അയാൾ പറയുന്നുണ്ട്, ഇല്ലല്ല, ഞാൻ അവന് 5000 രൂപ കൊടുക്കാനുണ്ട്, ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്. അതേസമയം അവൻ അതൊന്നും വാങ്ങാണ്ട് ഒരിക്കലും പോയില്ല. മോനെ, നിനക്കറിയൂ, നീ ഇവിടെ പുതിയതല്ലേ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞിട്ട് 20 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാണ്ടായി പോയിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ഒരുപാട് കൂട്ടുകാരെ കാണാണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് നടന്ന പോലെ തന്നെ നമ്മുടെ ഈ ലോകം അവസാനിക്കാൻ പോവാണോ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ എണീച്ച് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ ലീ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അവൻ ഇത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. അങ്ങനെ നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ അയാളുടെ ഗോഡൌണിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇങ്ങോട്ട് തന്നെ നേരത്തെ വന്ന ആ ചേച്ചി വന്നിട്ട് ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ചർച്ചിലേക്ക് നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾ ദൈവം രക്ഷിക്കുമെന്ന് പറയും. ഇതേ സമയം ഇയാൾക്കാണ് ദേഷ്യം പിടിച്ച് ഇയാൾ ആ പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പറയും, എനിക്ക് നിങ്ങളൊന്നും കേൾക്കാണ്ട് നിങ്ങളൊന്ന് പോയാൽ മതി എന്ന് പറയും. ഇതേ സമയത്ത് ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമെന്ന് ചോദിച്ച് നിൽക്കും. ഇതേ സമയം ഇവളുടെ കൂടെ കുറെ ഹൂടിയിട്ട ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതിലൊരുത്തൻ ഇങ്ങനെ അവന്റെ കൈ പൊക്കുമ്പോൾ തന്നെ ഇയാൾ കൊണ്ടുവന്ന ആക്രി സാധനങ്ങളും ഇയാളുടെ സാധനങ്ങളെല്ലാം കൂടി വായിൽ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. ഇത് കണ്ട് ഇയാൾ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയും അവന്റെ കൈ കൊണ്ടാക്കുമ്പോഴത്തേക്കെല്ലാം കൂടി ചതഞ്ഞു പോകുന്നുണ്ടാവും. ഇതേ സമയം ഇയാൾ ഇങ്ങനെ ഇവർ പറഞ്ഞു വിശ്വസിച്ച് ഇവരെ കൂടെ പോകുന്നുണ്ടാവും. മറ്റൊരിടത്ത് കാണാണെങ്കിൽ നമ്മുടെ ജെനി ഇങ്ങനെ അമ്മൂമ്മേന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ട്രിപ്പ് പോകാൻ എനിക്ക് കുറച്ച് പൈസ തരുന്നു. ഇതേ സമയം അമ്മൂമ്മയാണെങ്കിൽ ഇവക്ക് ഒറ്റ പൈസ കൊടുക്കില്ല. അമ്മൂമ്മയുടെ കയ്യിൽ നിറയെ പൈസ ആയിരിക്കും, എന്നാലും ഇവക്ക് കൊടുക്കില്ല. ഇതേ സമയം ഇവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ദാനം കൊടുക്കുന്നില്ല, എനിക്ക് മാത്രം ഒന്നും തരാത്ത നിങ്ങളുടെ കൊച്ചുമോളല്ലേ ഞാൻ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അമ്മൂമ്മ പറയുന്നുണ്ട്, നിനക്ക് തരുന്നു കൊപ്പത്തൊടിയിലിരുന്നു 2 കണക്കാണെന്ന് പറയുന്നുണ്ട്.
ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്ക് പോകണമെന്ന് ഇവള് ഷൗട്ട് ചെയ്തോണ്ട് അമ്മ ചോദിക്കും, നിക്ക് നീ ഇത്രയും ചൂടാവുന്ന ഡോക്ടർ എന്താ പറഞ്ഞെന്ന് നോക്കി. ഇതേ സമയം ഇവക്കാണെങ്കിൽ അമ്മൂമ്മേന്റെ അടുത്ത് മരിക്കാൻ പോകാന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ, കാരണം അമ്മൂമ്മക്ക് വിഷമാവല്ലോ. ഇതേ സമയം ഇവള് പറയും ഒരു പ്രശ്നവുമില്ല, ഞാൻ ജീവനോട് നിന്നിട്ട് തന്നെ എന്താ കാര്യം, ഇതിൽ നല്ല ചാവുന്നതാണ്, ഈ ജീവനോടുള്ള സമയത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് പോലും പോകാൻ നിങ്ങൾ വിടുന്നില്ല എന്നറിയാം. ഇതേ സമയത്ത് അമ്മൂമ്മ പറയുന്നത് നീ പോയി അടുക്കളയിൽ പോയി കുറച്ച് വലിയ മുറിച്ചിട്ട് ഇതിനല്ലേ ഞാൻ നിനക്ക് എന്നും പോക്കറ്റ് മണി തന്ന അതൊക്കെ കൂട്ടി വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കോന്നറിയും. ഇത് കേൾക്കേണ്ട താമസം തന്നെ നമ്മുടെ ജെനി അപ്പം തന്നെ റൂമിലേക്ക് പോയിട്ട് അവൾ കൂട്ടി വെച്ച എല്ലാ പൈസയും ചേർത്ത് അവൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവളിങ്ങനെ നോക്കി അവളുടെ ബാഗും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആരും അറിയാണ്ട് അവളുടെ ബാഗും വലിച്ചുകൊണ്ട് ഷോപ്പിന്റെ പിറകു വശത്തോടെ ഇങ്ങനെ പോവാണ്. ഇതേ സമയം റോബിൻ എന്ന് പറഞ്ഞ അവൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ അവൾ കാണുന്നുണ്ട്. ഇതേ സമയം റോബിൻ ചോദിക്കുകയാണ്, മോളെ നീ എങ്ങോട്ടാ പോകുന്നത്? അവള് പറയാൻ ഞാൻ ട്രിപ്പിന് പോവാണ്. ഇതേ സമയം റോബിൻ ചോദിക്കുന്നത് നിനക്ക് പൈസ അമ്മൂമ്മ തന്നു. നമ്മൾ പറയും ഇല്ല, ഞാൻ നിന്റെ അടുത്തേക്ക് പൈസ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ സമയം റോബിൻ പറയുന്നുണ്ട്, അയ്യോ എന്റെ കയ്യിൽ എവിടുന്ന പൈസ, ഞാൻ എന്റെ പൈസയൊക്കെ വീടിന്റെ മേൽക്കൂര ശരിയാക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ട് അവള് പറയും എന്നാ പിന്നെ ഞാൻ പോവാണെന്ന് അറിയാം. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ പൈസ അല്ലാണ്ട് പോവാന്ന്. അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എനിക്ക് നാളെ 50 മില്യൺ മോണ് കിട്ടാൻ പോകുന്നുണ്ട്. കള്ള ചിരിച്ച് അവിടെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചോയിനാട്ടോ. ചോയിനാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവന്റെ ഭാര്യനെ സഹായിച്ച് ഇങ്ങനെ നിൽക്കാണ്. ഭാര്യയാണെങ്കിൽ ഒരു പൂക്കടയാണ് നടത്തുന്നത്. ഇതേ സമയം ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് 70ാമത്തെ പിറന്നാളാണ് വരുന്നത്, അമ്മ ഇതുവരെ പ്ലെയിനിലൊന്നും കയറിയിട്ടില്ല, അമ്മയ്ക്ക് ലോക്കൊക്കെ ചുറ്റി കാണുന്നുണ്ട്. ഇതേ സമയം അവൾ അപ്പം തന്നെ നിർത്തിയിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് അത്രയും ആഗ്രഹമുണ്ട് ബാങ്കോക്കിൽ എങ്ങാനും കറങ്ങാൻ വിട്ടോ, എന്തായാലും എന്റെ കയ്യിലിട്ട് പൈസയില്ല, ഞാൻ തരാനും പോകുന്നില്ല എന്ന്. ഇവൻ പിന്നെയും ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയും റോസപ്പോലെ പ്രാണി കയറി എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ അടിച്ചടിച്ച് പോക്കുന്നുണ്ട്. സംഭവം ഇവനെ പറഞ്ഞു വിടുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് നിർത്തിക്കോ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചോയി ആണെങ്കിൽ അവന്റെ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകും. ചോയിന്റെ മകള് പറയുന്നുണ്ട് അങ്ങോട്ട് പോട് എന്ന് പറയും. ഇതേ സമയത്ത് അവനാണെങ്കിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ ഷോക്സ് കയറി പോകും. അപ്പൊ അവൻ അത് റെഡിയാക്കാൻ നോക്കുമ്പോൾ അവനെ കൂടെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് മറിഞ്ഞടിച്ച് വീഴും. ഇതേ സമയം മോക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടായിരിക്കും ഇത്. എന്നിട്ട് മോളാണെങ്കിൽ എന്ത് ചെയ്യും, അവനെ മൈൻഡ് ചെയ്യാണ്ട് വേറൊരു കുട്ടിന്റെ കൊടയിൽ കയറിയിട്ട് മോൾ അവിടുന്ന് പോകും. ഇതേ സമയം അച്ഛനാണെങ്കിൽ മോളേന്ന് വിളിക്കുമ്പോൾ അവളെ മൈൻഡ് ചെയ്യില്ല. ചോയിന്റെ ചെരുപ്പൊക്കെ കയറിയിട്ടുണ്ടാവും. ഇതൊരു വല്ലാത്ത ഒരു സങ്കടമുള്ള സീനായിരിക്കും. എന്നിട്ട് ചോയ് നേരെയാണെങ്കിൽ നമ്മുടെ റോബിന്റെ അടുത്തേക്ക് കണ്ടു പോകും. റോബിന്റെ വീട് പോയിട്ട് അവൻ എങ്ങനെ മുട്ടുന്നുണ്ടാവും. സംഭവം ഈ റോബിന് ചെനി ചോയ് ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഇവരിങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ റോബിൻ ഇങ്ങനെ വന്നിട്ട് ചോദിക്കും നീ എന്താ എവിടെയെന്ന്. ഇപ്പം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വാതിൽ അടിച്ചിട്ടെന്ന്. അപ്പം അവൻ പറയും നിന്നെപ്പോലെ ആരെങ്കിലും കയറിയാലോ വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അവൻ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവൻ പറഞ്ഞതല്ല അവൻ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വീടിന്റെ മേൽക്കൂര ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ എടുത്തത്. ഇതേ സമയം വെള്ളം എല്ലാം കൂടി വീട്ടിലേക്ക് തൂക്കുന്നുണ്ടാവും. അവൻ ചോദിക്കുന്നുണ്ട് നീ ഇത് ഫിക്സ് ചെയ്തില്ല. അപ്പം അവൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പൈസ മൊത്തം എടുത്തത് ഫിക്സ് ചെയ്താണെന്നാണ്. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചെനീനാണ് കേട്ടോ. ചെനിയാണെങ്കിൽ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അവൾ ട്രിപ്പിന് പോവാണല്ലോ. ഇതേ സമയം അവൾ നല്ല സസ്പീഷ്യസ് ആയിട്ട് ഹൂഡിയൊക്കെ ധരിച്ചിട്ടാണ് അവൾ പോയി ഓരോ കത്തി കൈതാര അങ്ങനത്തെ ഓരോ സാധനമാണ് ഇരിക്കുന്നത്. പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ ഇവളെന്തോ ആരെ കൊല്ലാൻ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇതേ സമയം ഇവൾ ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ലീ തട്ടുന്നുണ്ട്. ലീ തട്ടുമ്പോൾ തന്നെ ഇവളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും താഴോട്ട് വീഴാണ്, കത്രിക എല്ലാ സാധനങ്ങളും. അതേസമയം ലീക്കാണ് ഇതെല്ലാം കൂടി കണ്ട് ഭയങ്കര ഡൗട്ട് അടിക്കും. ലീന്റെ സീനിയർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവളൊരു പ്രശ്നക്കാരിയാണെന്നുള്ള കാര്യം. ഇതേ സമയം ലീ ഇതെല്ലാം കൂടി എടുത്തോട്ട് ഇവൾ അവിടെ നിന്ന് മെല്ലൻ സ്കൂട്ടാവും. അങ്ങനെ ഇവള് ബില്ലടിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ ആർക്കും ഇവളെ മനസ്സിലായില്ല എന്നാണ് ഇവള് വിചാരിക്കുക. കാരണം കൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇവളോട് ചോദിക്കും എന്താ മോളെ നീ ട്രിപ്പിന് പോവാണോ, അമ്മൂമ്മ നിന്നെ ട്രിപ്പിന് വിട്ടോ എന്നൊക്കെ പറയും. ഇതേ സമയം അവൾ പെട്ടെന്ന് തന്നെ അവിടെ സ്കൂട്ടാവുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ചെനിയാണെങ്കിൽ ബാഗ് വലിച്ചോണ്ട് പോവാണ്. ഇതേ സമയം ബാഗിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടയർ പൊട്ടും. ഇതേ സമയം ഇവൾ എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഇങ്ങനെ ഇതും വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ലീ ആണ് ഇവളുടെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ സമയം ലീക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇവളുടെ ബാഗിനകത്ത് ആരോ കൊന്നിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവൻ വന്നിട്ട് ഇവളുടെ ബാഗിൽ പിടിക്കുന്ന സമയത്ത് ഇവനെന്തോ അതിനകത്ത് മുടിയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇതിനകത്ത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതേസമയം അവൾ ചോദിക്കും എന്തായാലും നിനക്ക് എന്താ, നീ ആരാ സൂപ്പർ മാർക്കറ്റിലെ പുതിയ മാനേജറാണോ, നീ എന്തിനാ എൻ്റെ ബാഗ് കയറി പിടിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവും. ഇതേ സമയം ആ ബാഗ് പൊട്ടിപ്പൊളർന്ന മുകളിലോട്ട് എല്ലാ സാധനവും ഇങ്ങനെ വായിൽ പറക്കുന്നുണ്ടാവും. ഇതിലെന്താന്ന് വെച്ചാൽ ഇവളുടെ ബ്രാ, ഡ്രസ്സ്, ചെരുപ്പ്, കണ്ണാടി അങ്ങനെ എല്ലാ സാധനവും വായിൽ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. ഇതേ സമയം അവനാണെങ്കിൽ അവൾ ഒറ്റ വലിയ അങ്ങ് വലിക്കും. ഇതേ സമയം അവിടെ ഒരു പൈപ്പ് പൊട്ടി അതിൽ നിന്ന് വെള്ളം അവളുടെ മേലേക്ക് തൂക്കും. ഇത് പോണയാണ് നമ്മുടെ ചെനി നിൽക്കുക. അവന് പറ്റി അവന് മനസ്സിലായിട്ട് അവൻ സോറി പറഞ്ഞു അവളുടെ പാവക്കുട്ടി എടുത്ത് അവൾ കൊടുക്കുമ്പോൾ ദേ അവൾ കരണക്കുട്ടി നോക്കി ഒന്നായിട്ട് അവന് കൊടുക്കും. പാവം നമ്മുടെ ലീ ആണെങ്കിൽ ഇവളുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത് പെറുക്കി എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് ലാസ്റ്റ് അവിടുന്ന് പോകുന്നത്. ഇതേ സമയം അവന്റെ വിസിറ്റിംഗ് കാർഡും ഇവിടെ വാങ്ങുന്നുണ്ട്. ഈ സമയത്ത് പാട്ടിയമ്മ അവളെ വിളിക്കുന്നുണ്ട്. അവളോട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ പോയി കിടക്കാടി, മഴ പെയ്യുന്ന ആണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, ഇല്ലെങ്കിൽ നിനക്ക് പനി പിടിക്കും, നിന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം അവൾ പിന്നീട് ചോദിക്കുന്നുണ്ട് പാട്ടിയമ്മ എന്താ എന്നെ വിടാത്ത ട്രിപ്പിന്, ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ പാട്ടിയമ്മ പറയും പിന്നെ നീ ഇതന്നെ എടുത്തിടുകയാണോ, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് നൈബേഴ്സൊക്കെ എല്ലാവരും ഇങ്ങനെ അങ്ങനെ കളിയാക്കാണ്, നിങ്ങൾക്ക് ഒന്ന് വിട്ടൂടെന്ന് ചോദിക്കുമ്പോൾ പാട്ടിയമ്മ പറയുന്നുണ്ട് നിന്നെ വിടാൻ പറ്റില്ല, ഈ അവസ്ഥയിൽ നിനക്കറിയില്ലേ ചെറുപ്പത്തിലൊക്കെ നീ എന്ത് നല്ല സ്മാർട്ടായിരുന്ന കുട്ടിയായിരുന്നു, എന്ത് നന്നായിട്ട് പഠിക്കാനും എന്ത് ചിരിയായിരുന്നു മൂത്തതെന്ന് പറയും. ഞാൻ ആ ചെനിക്ക് വേണ്ടി കാത്തു നിൽക്കാന്ന് പറയുന്ന സമയത്ത് ഇവള് പറയും ഇനി ആ ചെനിക്ക് വേണ്ടി കാത്തു നിൽക്കട്ടെ, ആ ചെനി മരിച്ചുപോയി എന്ന് പറയും. ഇതേ സമയത്ത് പാട്ടിയമ്മ പറയുന്നുണ്ട് മരിക്കും എന്ന് പറയുന്ന വേർഡ് നിന്റെ അടുത്ത് വായെന്ന് പറയത് ഞാൻ എപ്പോഴും പറയുന്ന അല്ലേന്ന് പറഞ്ഞ് ഇവളെങ്ങനെ ചീത്ത അറിയും. പക്ഷെ അവൾ മനസ്സിൽ പറയുന്നുണ്ട് പാട്ടിയമ്മ ഞാൻ എന്തായാലും മരിക്കാൻ പോവാണെന്ന് പറയും.
പിന്നെ കാണുന്ന നമ്മുടെ ചെനി മരിച്ചു എടുക്കുന്ന കേട്ടോ. ഇതേ സമയം രണ്ടുപേര് ഇവളുടെ മുമ്പിലുണ്ടാവും. ഇവളെന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെ മരിക്കുന്നു വിചാരിച്ചില്ലാന്ന്. ഇത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. നമുക്ക് പാസ്റ്റിലേക്ക് എന്താ സംഭവിച്ചെന്ന് കാണാം. റോബിൻ ജോയിന്റെ അടുത്ത് പറയാണെടാ, ശരിക്കും 50 മില്യൺ വോൺ കിട്ടാൻ പോകണമെങ്കിൽ ഈ സമയം ചോദിക്കുന്നത് ഇവർക്ക് ഇത്രയും പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ്. അതേസമയം അവൻ തന്നെ പറയുന്നുണ്ട് അവളുടെ അമ്മൂമ്മ തന്നെ അവൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഇതേ സമയമാണ് ഇവൾ ഇങ്ങനെ പ്രേതത്തിന്റെ മാതിരി അവിടെ വന്ന് നിൽക്കുന്നത്. രണ്ടുപേരും ഒന്നാകെ പേടിച്ചോ. എന്നിട്ട് ഇവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പറ്റിയാണോ സംസാരിക്കുന്നതെന്ന്. ഇതേ സമയം ഇവൻ ചോദിക്കുന്നത് നീ എന്താ ഇപ്പം ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നത്. ഇതേ സമയം ഇവൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന്. ഇതേ സമയം രണ്ടാളും തിരിഞ്ഞെന്ന് പറയും ഞങ്ങളൊന്നും നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പോണില്ല. ഇതേ സമയം ഇവൾ പറയും ഞാൻ നിങ്ങൾക്ക് പൈസ 50 മില്യൺ വോണില്ല, നിങ്ങൾ ഞാൻ പകുതി പൈസ തരാന്ന് പറയുമ്പോൾ രണ്ടെണ്ണോ തിരിഞ്ഞിട്ട് ഞങ്ങൾ എന്താ നിനക്ക് ചെയ്യേണ്ട, കാല് കൈ തരണോ കൈ തടവി തരണോ, ഫുഡ് വേണോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇവളങ്ങനെ സോപ്പ് ഇടാണ്. ഇതേ സമയത്ത് അവളെ ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി ചോയ് പുറത്തേക്കും പോകും. ഈ സമയത്ത് തന്നെ നമ്മുടെ ലിന്നിന്റെ വീടിൽ ഡോർ ആരോ മുട്ടുന്നുണ്ട്. ഈ സമയത്ത് അമ്മ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ ലേഡി ചോദിക്കുന്നുണ്ട് ഇവിടെ വേറെ ആയിരിക്കും താമസിക്കേണ്ടത്, നിനക്ക് മാത്രം നിന്നാൽ മതി എന്ന് നിൽക്കും. അപ്പൊ അവൻ സോറി പറഞ്ഞിട്ട് അവൻ റൂം കൂട്ടി നമുക്ക് റൂമിന്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ അവിടെ മൊത്തം എല്ലാ സാധനവും ചിന്നി കിടക്കുകയാണ്. ഇതേ സമയം അവിടെ ആരും ആയിട്ട് ഫൈറ്റ് ചെയ്ത പോലെ ഉണ്ട്. ഇതേ സമയം നിലത്തെടുക്കുന്ന ബാഗിൽ നിന്ന് ഫയൽ എടുത്ത് നോക്കുമ്പോൾ അത് ചോയ് കംപ്ലൈന്റ് ചെയ്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ളതാണ്. ഇതൊക്കെ നീ എന്തിനാ പരിശോധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം അറിയില്ല. ഇതേ സമയം അവനെ ഫയലും എടുത്തിട്ട് വേറൊരു ടേബിളിന്റെ മുമ്പ് പോയി നിൽക്കും. എന്നിട്ട് ആ ടേബിളിന്റെ അടിയിൽ നിന്ന് വേറൊരു ഫയൽ എടുക്കുന്നുണ്ട്. ഇതേ സമയം ആ ഫയൽ തുറക്കുമ്പോൾ ഒരു ഫയർ ആക്സിഡന്റിൽ ഒരുപാട് കുട്ടികൾ മരിച്ചൊരു വിവരം അതിനകത്ത് കാണാനുണ്ട്. ഇതേ സമയം അവൻ മറച്ചു നോക്കുമ്പോൾ ആ കുട്ടികളെ വെച്ച് ആ ഒരു സ്ഥലത്ത് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇതേ സമയം ഇതിന്റെ ലാസ്റ്റ് പേജ് കാണുമ്പോഴാണ് നമ്മളൊരു ട്വിസ്റ്റ് കാണുന്നത്. ഇത് ഇവന്റെ അടുത്ത് വന്ന് നേരത്തെ ഒരു ഫ്രണ്ടിനെ കാണുന്നില്ല എന്നാണ് അപ്പൂപ്പനാണ് ആ ഒരു സ്ഥലത്തെ വാച്ച്മാൻ ആയിട്ട് നിന്നത്. ലീ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോവാണ്. ഇതേ സമയം അവൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ അപ്പൂപ്പൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അപ്പൂപ്പനെ കൊണ്ട് സച്ച് ഓഫ് ചെയ്യുന്ന ആൾക്കാർ പോയിട്ടുണ്ടല്ലോ. ഇതേ സമയം അവൻ ഇങ്ങനെ അവിടെ നോക്കുമ്പോൾ അപ്പൂപ്പന്റെ ട്രോളി എല്ലാം കൂടി ചതഞ്ഞ് കിടക്കുകയാണ്. ഇതേ സമയം അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ കിടക്കും. അവനത് എടുത്ത് നോക്കുമ്പോൾ അവൻ ഇവരുടെ പേപ്പർ കണ്ട് ഇങ്ങനെ ഞെട്ടി അതിലേക്ക് നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് എന്താ വെച്ചാൽ ഈ അപ്പൂപ്പൻ ഇങ്ങനെ ഞെട്ടി എണീക്കുന്നതാണ്. ഇതേ സമയം അപ്പൂപ്പൻ ഇങ്ങനെ കണ്ണു വന്ന് അപ്പൂപ്പൻ എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ഇതേ സമയം അപ്പൂപ്പൻ അങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഗ്ലാസ് ഡോർ ഉണ്ടാവും. ഇതേ സമയത്ത് അപ്പൂപ്പൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു മീനെ പോലെ സാധനം ഇങ്ങനെ വന്നിട്ട് ടൈമിൽ ഒറ്റ അടിയായിരിക്കും. ഇതേ സമയം അപ്പൂപ്പൻ തന്നെ പേടിച്ചു. അപ്പൂപ്പൻ ശരിക്കും നോക്കുന്ന സമയത്ത് അപ്പൂപ്പൻ പോലും ഞെട്ടിപ്പോവാണ്. അപ്പൂപ്പനെ കാണാതായ ഫ്രണ്ടാണ് അതിനകത്ത് കിടക്കുന്നത്. ഈ സമയം ജെന്നിനെയും ടീമിനെ കാണിക്കുകയാണെങ്കിൽ ജെന്നിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 50 മില്യൺ വോൺ നമ്മുടെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാന്നുള്ളതാണ്. ഇതേ സമയത്ത് ഇവളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജെന്നിനെ 5 കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ്. ഇതേ സമയം കൊള്ളക്കാരാരാന്ന് വെച്ചാൽ നമ്മുടെ റോബിനും ചോയുമാണ് തട്ടിക്കൊണ്ടുപോയ രീതിയിൽ ഇവിടെ സെറ്റപ്പ് ആക്കി അവളിങ്ങനെ കെട്ടിയിരുത്തിയിട്ടുണ്ട്. ഇതേ സമയം അവളിങ്ങനെ അഭിനയിച്ച് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മൂമ്മ എന്നെ രക്ഷിക്കുക, അമ്മൂമ്മയെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുക, 50 മില്യൺ വോൺ ഇവർക്ക് വേണം, ഇവർ 5 പേരുണ്ടില്ലെങ്കിൽ ഇവരെന്നെ കൊന്നു കളയെന്ന് പറയുന്ന പെട്ടെന്ന് തന്നെ കൊടുക്കുന്നത് പറഞ്ഞ് ഇവളിങ്ങനെ പറയും. പക്ഷേ ആ സമയം തന്നെ റോബിൻ പറയുന്നുണ്ട് നിന്റെ അഭിനയം പോരാ ജെനി, ഒന്ന് നന്നായിട്ട് അഭിനയിക്കുന്നതല്ലേ. ചോയും റോബിനും ഇവളുടെ അഭിനയത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുമ്പോൾ ജെനിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇതേസമയം അവൾ അവിടെ നിന്ന് കിടന്ന് പെടയാണ്. ഇവർ രണ്ടുപേര് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി ഇവരിട്ട് കാണുന്നില്ല. ഇതേ സമയം അവൾ കുറെ വട്ടം വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവൾ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ അവൾ അവിടെ തന്നെ കിടന്ന് മരിക്കുകയാണ്. ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സീന്. ഇതേ സമയമാണ് ഇവർ മരിച്ചതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നത്. ഈ സമയം ഇവരുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എടി മതി അഭിനയിച്ച് എണീക്കെന്ന് പറയും. ഇതേ സമയം അവളെ തൊട്ട് നോക്കുമ്പോൾ അവളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്. ഈ സമയം ഇവർക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഈ സമയം രണ്ടുപേരും വല്ലാണ്ട് പേടിക്കാൻ തുടങ്ങി. കാരണം ഇവള് മരിച്ചെന്നുള്ള കാര്യമാണ്. റോബിൻ കണ്ട് കരയാണ്. അയ്യോ ജെനി, നീ ഞങ്ങൾ രണ്ടാളെ ഇതിൽ പെടുത്തിയിട്ട് എങ്ങോട്ടാ പോയത്, നീ തിരിച്ചു വാ ജെനി എന്നാണ് ഈ രണ്ടുപേരും നന്നായിട്ട് പേടിക്കാൻ തുടങ്ങി. ഇതേ സമയം അമ്മൂമ്മ വിളിക്കുന്ന ഫോൺ കോൾ കൂടി കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ച് വറക്കുകയാണ്. സമയത്ത് തന്നെ അമ്മൂമ്മക്ക് നല്ല പേടി വരുന്നുണ്ട്. ഇവളെ ഇത്രയും വൈകി ഫോണും എടുക്കുന്നില്ല. ഇതേ സമയം അമ്മൂമ്മ അപ്പം തന്നെ ജോമോ എന്ന് പറഞ്ഞൊരു ചെക്കനെ വിളിക്കുന്നുണ്ട്. ഒരുവിധ ഹാക്കിംഗ് ഒക്കെ അറിയുന്നവരുടെ ഏതൊരു കസിനാണ്. ഇതേ സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട് മോനെ നീ അവളെ ഒന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്ത സീൻ വൻ കോമഡിയാണ്. ഇതേ സമയം നമ്മുടെ റോബിനാണെങ്കിൽ ഇവർക്ക് CPR കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ജെനി നീ എന്നെ വിട്ട് പോലെ, ജെനിയെ നീ ഇത്ര പെട്ടെന്ന് എന്തിനാ മരിച്ചാൽ ഞങ്ങൾ ഇതിനെ പെടുത്തിയിട്ട് പോലെ എന്ന് പറഞ്ഞാൽ ഇവളുടെ മേക്കെടുത്ത കാര്യമാണ്. ഇതേ സമയത്ത് ചോയ് പറയുന്നത് നമ്മളവിടെ തൊട്ടിട്ട് പോലും ഇവളെങ്ങനെയാ ഇപ്പൊ മരിച്ചത്. ഇതേ സമയത്ത് റോബിൻ പറയുന്നുണ്ട് എടാ പോയി ആംബുലൻസ് വിളിക്കടാന്ന്. ഇതേ സമയം ചോയ് പറയുന്നുണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കുക, അവളുടെ കണ്ണിന് ജീവനില്ലടാ, ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഇവിടെ നമ്മൾ തട്ടിക്കൊണ്ടുവന്നതല്ലേ, നമ്മൾ വീഡിയോ വരെ നമ്മുടെ കയ്യിലുണ്ട്, ഇനി പോലീസ് അറിഞ്ഞാലും അമ്മൂമ്മ അറിഞ്ഞാലും ആരറിഞ്ഞാലും പ്രശ്നമല്ലേ, ആരും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് രണ്ടുപേരും കൂടി വല്ലാണ്ട് പേടിക്കുന്നു. ഇതേ സമയം പിന്നെയും അമ്മൂമ്മ കൊളയാണ്. ഇത് കണ്ടിട്ട് ഇവര് രണ്ടുപേരും അവിടെ നില വിളിക്കാണ്. ഈ സമയത്ത് ചോയ്ക്ക് ഇച്ചിരിയെങ്കിലും വിവരമുള്ളതുകൊണ്ട് അവൻ പറയുന്നുണ്ടാ നമുക്ക് ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയടാ, എല്ലാരും മറക്കുന്നവരെങ്കിലും അവളുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാന്ന്. ഇതേ സമയത്ത് റോബിൻ പറയുന്നുണ്ട് പോടാ, ഇവള് ഗാർബേജ് ഒന്നും അല്ല, ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, റോബിനാണ് അവളെ ജീവൻ. അതേ സമയം അവൻ പറയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട, പറ്റൂല എന്ന് അറിയുന്നുണ്ട്. ഇതേ സമയത്ത് ചോയ് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ, പോലീസ് സ്റ്റേഷനിൽ പോയി ആരെങ്കിലും വിശ്വസിക്കും, അമ്മൂമ്മ നമ്മളെ കൊല്ലില്ലടാ, പാടാ, നമ്മളിവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറച്ചു വെക്കാന്ന് അറിയുന്നത്. ഇവര് രണ്ടുപേരും കൂടി ഇവളെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതേ സമയം ഇങ്ങനെ പോവാണ്.
എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവളെ ട്രോളിയിലും എടുത്ത് ഇങ്ങനെ പോവാണ്. ഇതേ സമയമാണ് ജോയ് നമ്മുടെ ആ വേസ്റ്റ് കളയുന്ന സ്ഥലം കാണുന്നത്. ഇതേ സമയം ജോയ് പറയും ഇതാണ് പറ്റിയ സ്ഥലം, ഇവിടെ ഞാൻ ഒരുപാട് വട്ടം കംപ്ലൈന്റ് ചെയ്തിട്ട് ഒരാൾ വന്ന് പോലും തിരിഞ്ഞു നോക്കിയില്ല, ഇതൊരു ശപിക്കപ്പെട്ടിട്ടാണ്, നമുക്ക് ഇവിടെ തന്നെ ഇവളെ മറിച്ചിടാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത്. ഇതേ സമയത്ത് ഇവളെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവളെങ്ങനെ 1 2 3 എന്ന് മെല്ലെ പൊക്കാൻ നോക്കുമ്പോൾ തന്നെ വന്നിരിക്കുന്നു നമ്മുടെ ലീ. ഇതേ സമയത്ത് തന്നെ ലീവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ അല്ലേ കുറെ വട്ടം അവിടെ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത്, നീ തന്നെ ഇവിടെ വന്നിട്ട് വേസ്റ്റ് ഇട്ടാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ആൾ പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും അല്ല വന്നത്, നീ എന്താ പറയുന്നത്, ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ വന്നതാണ്, നീ പോയിക്കോ, ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കിക്കോളാം, ഞങ്ങളൊരു കാര്യം നോക്കാൻ വേണ്ടി വന്നാന്നറിയും. ഇതേ സമയത്ത് ഇവൻ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ റോബിന്റെ മുഖം കണ്ടാൽ തന്നെ അവനിലൂടെ പേടിച്ച് വെറിച്ച് നിൽക്കുക. ഇതേ സമയത്ത് ലീ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ, ഈ ലൈറ്റും നിങ്ങളെ നിപ്പും നിങ്ങളെ കോട്ട് കണ്ട എന്തോ വലിയ വശപശൊക്കെ ഉണ്ടല്ലോ എന്നാണ് ഇവരുടെ അടുത്തേക്ക് വരും. ഇവർ രണ്ടുപേരും പേടിച്ച് ഇവർ പെട്ടെന്ന് തന്നെ ബാക്കോട്ട് നിൽക്കുന്ന സമയത്ത് ഈ ട്രോളിൽ നേരം താഴോട്ട് പോയി മറിഞ്ഞ് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെനീൻ്റെ ബോഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് മറിഞ്ഞ് പറഞ്ഞ് ആ വേസ്റ്റ് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ലീക്കാണെങ്കിൽ തീരെ മനസ്സിലാകുന്നില്ല അതിൽ എന്താണുള്ളത്. ലീ ആണെങ്കിൽ താഴോട്ട് ഓടുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ കൂടെ താഴോട്ട് പോകുന്നുണ്ട്. ലീന്റെ പുറകെ ഓടി പോകുന്ന സമയത്ത് റോബിനും ജോയും കൂടി ഇവന്റെ ആ ഐക്കുള്ള വെള്ളത്തിലേക്ക് വീണെടുക്കുന്നത്. ഇതേ സമയമാണ് ലീ കാണുന്ന ആ ചെനി അതിനകത്ത് കിടക്കുന്നത്. ഇതേ സമയത്ത് ലീ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവളെ കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളയാന്ന് വിചാരിച്ചില്ലേ എന്നാണ് ഇവൻ നേരെ പോലീസിനെ വിളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതേ സമയം ഇവർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ രണ്ടുപേരും അല്ല അവളെ കൊന്നത്, അവളെ തന്നെ പ്ലാൻ ചെയ്തതാണ്, ഞങ്ങളൊന്നും അവളെ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് കുറേ ഇവനാണെങ്കിൽ ഇതൊന്നും കേൾക്കാനും നിൽക്കുന്നില്ല. ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചെനീനെ അവിടെ കാണാനില്ല. ഇവർ 3 പേര് പിന്നെ തപ്പാൻ തുടങ്ങി. അതേ സമയത്ത് ലീ പറയുന്നില്ല, നിങ്ങളുടെ കൂടെ 3ാമതൊരാളും കൂടി ഇല്ലേ, അയാളില്ലേ ഇവളുടെ ബോഡി ഇപ്പോൾ മറിച്ച് വെച്ചത്. അപ്പോൾ ഇവർ പിന്നെയും കരുതുന്നത്, അയ്യോ അങ്ങനെയല്ല, ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവളെ, ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ആ വീട്ടിൽ വളർന്നതാണ്, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്നത്, ഞങ്ങളെ വീടിൻ്റെ അയൽവാസി ആയിട്ടുള്ള മോളാണ്, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല, താൻ അവളെ തന്നെ സ്വയം മരിച്ചു പോയതാണ്. ഇതേ സമയത്ത് തന്നെ ലീ പോലീസിനെ വിളിച്ചിട്ടുണ്ടാവും. ഇതേ സമയം ഇവർ കാല് പിടിച്ച് പറയുന്നുണ്ട്. ഇവർ പറയുന്നില്ല എന്തോ ഒരു സത്യം ഉണ്ടെന്ന് തോന്നി ഇവർ കട്ട് ചെയ്യാൻ നേരത്തെ തന്നെ പോലീസ് ഫോൺ എടുത്തിട്ട് ഇവർ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടാവും. ഇതേ സമയത്ത് പോലീസ് ഇവരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ കൊലപാതകം എന്നൊക്കെ പറയുന്നത്, എന്താ ഞങ്ങൾ ഇപ്പം തന്നെ ആ സ്ഥലത്തേക്ക് എത്താന്ന് പറഞ്ഞിട്ട് പോലീസ് പിന്നെ എത്തുന്നതാണ് കാണുന്നത്. ഇതേ സമയത്ത് ലീ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ഒരു പെൺകുട്ടിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും കൂടി അവളെ കൊന്നിട്ട് 3ാമതൊരാളെ നമ്മളെ മാറ്റി വെച്ചാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ റോബിനെ നോക്കുകയാണെങ്കിൽ ഒരു പോലീസ് റോബിന്റെ അടുത്ത് എന്താ പറ്റിയത്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവരൊരു അക്ഷരം ഇടുന്നില്ല. ഇതേ സമയം ചോയിന്റെ അടുത്തേക്ക് വരുന്ന പോലീസുകാരന്റെ മേലിലേക്ക് ചോയ് ഇങ്ങനെ വെള്ളെടുത്ത് കളിപ്പിക്കുകയാണ് എന്റെ അടുത്തേക്ക്. ഇതേ സമയത്ത് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പൊക്കൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ, ഇതാ നിൽക്കുന്നല്ലേ നോക്കി. ഇതേ സമയത്ത് ലീ നോക്കിയിട്ട് പറയും, ആ പെൺകുട്ടി തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ചെനിയോ, ചെനിയതാ ജീവനോട് നിൽക്കുന്ന. എടാ റോബിനെ, അത് നമ്മുടെ ചെനിനെ പോലെ ഇല്ലേന്ന് പറയും. എന്നിട്ട് റോബിൻ ഇങ്ങനെ നോക്കി ഹായ് ചെനി എന്നാണ് ഒറ്റ മയങ്ങി വീയലേക്ക്. ഇതേ സമയം നമ്മുടെ റോബിന്റെ ബോധം പോയിണ്ടാവും. ഇവരെല്ലാവരും ഇവളെ കണ്ട് ഷോക്കായി നിൽക്കുക. സംഭവം മരിച്ച ഒരാളെ പെട്ടെന്ന് തന്നെ അവിടെ വന്ന് നിൽക്കുന്നത്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മുടെ നായക ഫസ്റ്റ് എപ്പിസോഡ് തന്നെ മരിച്ചാൽ പിന്നെ എന്തായാലേ കഥ. പിന്നെ ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ ലീയും ചെനിയും കൂടി അടി ഉണ്ടാക്കിയ സമയത്ത് അവളുടെ ഒരുപാട് സാധനങ്ങൾ മുകളോട്ട് പോയില്ലായിരുന്നു. ഇതേ സമയത്ത് അവളുടെ കയ്യിലുള്ള അവളുടെ ബാഗിലുള്ള കത്തിയും കത്രികയും ഒക്കെ അവിടെ ഒരു ചുമലിൽ ഇങ്ങനെ തറച്ചെടുക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീ ആണ് ഇതെല്ലാം ചെയ്തത്. ലീ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. അവന് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ കൈകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചാണ് ശരിക്കും നമ്മുടെ എപ്പിസോഡ് കഴിയുന്നത്. ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.